guys, we are going to celebrate Vishu. So this is a video full of its own dangerous happiness and joy. So everyone don't forget to watch the full video. Let's go to the video. ഷിൻജാനും ടീമിനൊന്നും കാണല ഇവിടെ ഉണ്ടാ നാളെ വിഷു അല്ലേ എന്താ പരിപാടി? വിഷു ആയിട്ട് എന്താണ് പടക്കൊക്കെ വെച്ച് പൊട്ടിക്കണ്ടേ? പടക്കം വാങ്ങിച്ചില്ല ഞങ്ങൾക്ക് നാളെ പൊട്ടിക്കാതെ കൊറോണ വാങ്ങിച്ചങ്ങോട്ട്. അയ്യോ പടക്കത്തിന്റെ കാര്യം ഞാൻ മറന്നു. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്രാവശ്യത്തെ വിഷു നമുക്ക് ബോംബിട്ട് ആഘോഷിക്കാം. എന്തായാലും നമ്മളെ കുറെ കത്താത്ത ബോംബും പൊട്ടാത്ത ബോംബൊക്കെ ഇരിക്കുന്നതല്ലേ, ആ കടത്തിന് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് ആഘോഷിക്കാം ഇപ്രാവശ്യത്തെ വിഷു. എന്ത് പറയുന്നു? പറ്റില്ല കേട്ടോ, അതെന്തിട്ടത് നല്ല വിഷു ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പടക്കത്തിന് കാര്യം വിളിച്ചു പറയാൻ മറന്നത്. ഞാൻ വിചാരിച്ച അണ്ണനെ ഓർമ്മ ഉണ്ടാവും എന്നുള്ളതാ. എന്നിട്ടിപ്പോ എന്തിട്ടെണ്ണം പറയണ ബോംബ് പൊട്ടിക്കാന്നാ? എന്നിട്ട് ആൾക്കാരെ എനിക്ക് ഓടാനാ? ആൾക്കാരെ എവിടേക്ക് ഓർമ്മിച്ചു തന്നെ ആൾക്കാരെന്തെങ്കിലും ചെയ്തിട്ടാ നീ ഇങ്ങോട്ട് വന്നേ? ആൾക്കാരെ മേത്തിക്കൊന്ന് എറിഞ്ഞ് പൊട്ടിക്കാണ്ടിരുന്ന മതി. കണ്ടില്ലേ കണ്ട ഞാൻ വിടുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറെ ഗണ്ണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എടുത്തിട്ട് പൂശേ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കോമ്പൗണ്ടിൽ വെച്ചിട്ട് ആക്കിയാൽ പോരെ, ആൾക്കാരില്ലാത്ത സ്ഥലത്തേക്ക് പോവാം. കുറെ ബോംബൊക്കെ ഇരിക്കണ്ട ഒരാവശ്യമില്ല. ഇപ്പോൾ പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ബോംബൊക്കെ അവിടെ ഇരുന്നിട്ട് പച്ചയും നനഞ്ഞ് നാശം തുടങ്ങി. വെറുതെ ഈ വിഷയമായിട്ട് ഇപ്പോൾ പടക്കം വാങ്ങിച്ച് പൈസ ഉണ്ടാക്കുന്ന കാര്യം എന്തായാലും വെറുതെ ഇരിക്കല്ലേ, നമുക്ക് ആ ബോംബൊക്കെ എടുത്ത് പൊട്ടിച്ച് ആഘോഷിക്കടാ. നീണ്ട് വന്നേ നമുക്ക് എന്തായാലും റോഡിൻ്റെ അവിടെ പോയി നിന്നിട്ട് പൊട്ടിക്കാം. എന്തായാലും കുഴപ്പമൊന്നും അണ്ണ ഏച്ചെടുത്താൽ മതി. ഞാൻ എൻ്റെ സൈഡിൽ നിൽക്കണ്ടാവുന്നുള്ളൂട്ടാ. അണ്ണ ഏച്ചെടുത്തോളാം, എന്തെങ്കിലും കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ. എവിടേക്ക് എത്തുക പൊട്ടിച്ചോ. അണ്ണ റോട്ടിക്ക് എറിഞ്ഞതിന് വല്ല കാർ വന്നതിന് മേത്തിക്ക് വിട്ടാ ആ കാർ അങ്ങനെ പൊട്ടി തെറിച്ച് കഴിഞ്ഞാൽ ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പൊ പറഞ്ഞ് തീർന്നില്ല, അപ്പോഴേക്കും ഒരു കാർ പോയില്ലേ, ഭാഗ്യൊന്നും പറ്റാഞ്ഞത്. അണ്ണ ഇങ്ങോട്ട് വന്നേ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് പൊട്ടിക്കാം, ആളില്ലാത്ത സ്ഥലത്ത് നിന്നിട്ട്. എണ്ണൻ്റെ ഒരു കാര്യം പറഞ്ഞാലും കേൾക്കില്ല. ആളില്ലാത്ത എവിടെയാടാ? ആളില്ലാത്ത എവിടേക്കാ പോണ്ടത്? നീ ഇവിടെ നിന്നേ, നീ എന്തിനാ പേടിക്കണത്? ഇതൊക്കെ നമ്മുടെ ഏരിയ അല്ലേ, ഇവിടെ ആര് വരാനാ? വല്ല വണ്ടിക്കാർ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടിക്കണ സൗണ്ട് കേട്ടോ പിന്നെ അവർ തിരിച്ചു പോക്കോളും. അല്ല പിന്നെ ഇതാ പോണൊരു വണ്ടി, നീ നോക്കിയേ ഇപ്പൊ കണ്ടില്ലേ വണ്ടി പോയി കണ്ടില്ലേ? ഫ്രാങ്ക്ലിനെ പോലീസ് വരുന്നുണ്ടാ, നീ ബോംബ് കണ്ണി കണ്ടതൊക്കെ റോട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ട് പോലീസ് വരുന്നുണ്ട്. വേഗം എസ്കേപ്പ് ആട്ടെ. നീ അണ്ണ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ എസ്കേപ്പ് ആട്ടെ. വേഗം നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ കളിക്കാറുള്ള പറമ്പില്ലേ അവിടേക്ക് പോവാം. അവിടെ ആരും വരുന്നില്ല, വേഗം അങ്ങോട്ട് പോവാം. നമുക്ക് ഇവിടൊക്കെ സീനാണ്, വേഗം ആയ അണ്ണ. ഷിൻജാനെ ഇറങ്ങിക്കോ, ഇനി ഇവിടെ വെച്ചിട്ട് തുടങ്ങാം നമുക്ക് പരിപാടി. അതെ ഒരു കാര്യം ചെയ്യാം, ഈ 2 ഡ്രം ഇരിക്കില്ലേ, ആ ഡ്രം നമുക്ക് ബോംബ് വെച്ച് തകർത്താക്കിയല്ലോ. എന്നിട്ട് അത് ഡ്രമ്മിൻ്റെ ഷേപ്പ് എന്തായിരിക്കും നമുക്ക് നോക്കി നോക്കാം. ആദ്യം ഈ സാധനം ഒരു സ്റ്റാർട്ടിങ് പോലെ ഇതിട്ട് കൊടുക്കാം നമുക്ക്. ഒരു മിനിറ്റ്, ഇതാ ഇനി തീയുമ്പൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഓടി വരുമോ? ആൾക്കാരോടിയോ നമുക്ക് അപ്പം നോക്കാൻ തന്നെ. അണ്ണൻ ധൈര്യമായിട്ട് പൊട്ടിക്കേ. ചേച്ചി ഒന്ന് നോക്കി നിൽക്കണേ, ചേച്ചി കൂടി ഇതിൽ ഇൻവോൾവ് ആവ്. നല്ല രസമുള്ളോ നോക്കി അണ്ണൻ പാവ ഒറ്റയ്ക്ക് കത്തിക്കണ്. അയ്യോ അണ്ണ അങ്ങോട്ട് അറിയില്ലേട്ടാ, അധിക ദൂരത്തേക്ക് അറിയില്ലേ, അവിടെ സീനാണ്. അവിടെ കുഴപ്പമില്ല, കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വീടുള്ളതാട്ടാ. അധികം അങ്ങോട്ട് അകലേക്ക് എറിയണ്ടായി. ഒരു കാർ വരുന്നുണ്ടല്ലോ അണ്ണാ, അതങ്ങോട്ടാണ് പോണ്. അണ്ണാ കാറുകളൊക്കെ വരുന്നുണ്ടാ, അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഏതെങ്കിലും കാർ പൊട്ടി തെറിച്ചാ സീൻ കൊണ്ടേ ഊട്ടാ, പറഞ്ഞില്ല അത് വേണ്ട. അണ്ണാ അതെ നമ്മൾ ഒറ്റയ്ക്ക് മാത്രം രസമില്ല അണ്ണാ. ഒരു കാര്യം ചെയ്യണം, ആ മരം എടുത്ത് കത്തിച്ച് നോക്കിക്കേ. നോക്ക് ആ മരം കത്തിക്കുക, അപ്പൊ ചിലപ്പോൾ അകലെന്ന് ആൾക്കാർ കാണാൻ വരുമായിരിക്കും. കാരണം ഈ മരം വലിയ മരല്ലേ, അപ്പൊ ചിലപ്പോൾ അകലെന്ന് നോക്കണവർ കാണണ്ടാവും. അണ്ണാ ഓടിവാ ഓടിവാ ഓടിവാ, കത്തിക്കേ കത്തിക്കേ. അങ്ങോട്ട് ഓടിവാ ഓടിവാ ഓടിവാ. ഇപ്പൻ അതിൻ്റെ ഇടന്ന് പൊട്ടിപ്പോയി അണ്ണൻ. ഇതെന്തൊരു ചീറ്റ് പോയി അണ്ണാ. ഷിൻജാനെ മതി നിന്നത് കുറെ നേരമല്ലോ നീ ബാക്കിൽ നിന്ന് കമൻഡർ അടിക്കണ്. നീ ഇങ്ങോട്ട് വന്നേ. അല്ല നിനക്ക് ബോംബ് പേടിയെന്ന് പറഞ്ഞിട്ട് മാറി മാറി നിൽക്കുക. നീ ഇങ്ങോട്ട് വായോ, ഞാൻ അടുത്ത ബോംബ് നീയാണ് പൊട്ടിക്കണ്ട കേട്ടോ. അയ്യോ അണ്ണ പൊട്ടിക്കാനൊന്നും ഞാനില്ലട്ടെ, എനിക്ക് പേടിയാണ്. ബോംബ് എന്ന് പറഞ്ഞാൽ കയ്യിലിരുന്ന് അങ്ങനെ പൊട്ടി കഴിഞ്ഞാൽ ഞാൻ തെറിച്ച് പോകും. അണ്ണന് കുഴപ്പമൊന്നുമില്ലേ, അണ്ണന് പേടിയൊന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ, ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. ഞാൻ അവിടെ അകലെ നിന്ന് കണ്ടോണ്ട് എനിക്ക് കാണാൻ മാത്രം ഇഷ്ടമുള്ള അണ്ണ. കണ്ടില്ലേ ചേച്ചി നിൽക്കണൊക്കെ, ഞാനും ചേച്ചിയൊക്കെ ഒരേ പോലെ, ഞങ്ങളൊക്കെ ഒരേ വേവ് ലെങ്താ. അണ്ണ മാത്രം കുറച്ച് റേഞ്ച് വേറെ. അയ്യോ അണ്ണാ എന്തോടെ ഇത്? അത് ശരി, നിങ്ങളാ ബാക്കിൽ എന്റെ ബാക്കിൽ ബോംബിട്ടിട്ട് നൈസായിട്ട് അങ്ങോട്ട് പോയില്ല എന്നോട് പറയാണ്ട്. ഞാൻ മാറുന്നോ? ഞാൻ എൻ്റെ തൊള്ളേക്ക് ബോംബിട്ടെന്ന് പറയാൻ നിൽക്കണ്ട, മാറുന്നോ അവിടുന്ന്? അല്ല ഞാൻ ഈ ഡ്രമ്മിലൊക്കെ ബോംബിട്ട് വെച്ചിട്ടാ ഞാൻ പൊട്ടിക്കാൻ പോകണം. ഞാൻ എൻ്റെ ഷേപ്പ് എന്തായിരിക്കും നമുക്ക് നോക്കിയേക്കാം, പൊട്ടി തെറിച്ച് പണ്ടറടങ്ങ് നോക്കിയേക്കാം. വാ ഞാൻ മാറിക്കിടച്ച് ഞാൻ എൻ്റെ അടി വന്ന് നിൽക്കണ നോക്കിയാ പേടിയില്ലാണ്ട് ഞാൻ പൊട്ടിക്കാൻ പോട്ടോ. വേമാർക്കോ ഞാൻ മാറുന്ന അവിടുന്ന്. ആരും മാറണമെന്നില്ല, ആർക്കും പേടിയൊന്നുമില്ല. ഇപ്പൊ ഫ്രാങ്ക്ലിനെ വന്നേ, നീ നമുക്ക് വീട്ടിൽ പോ, ഇവിടെ കളിച്ചെന്നാ മതിയാ. നമുക്ക് കണ്ണി വീസറ്റാക്കണ്ട. ഓ എന്തുവാടാ മതി, പൊട്ടിക്കൽ മതി. ഡ്രം നോക്കിയാ ആകെ ഞളങ്ങി പണ്ടറടങ്ങി നോക്കിയത്. അയ്യോ കണ്ടു. നീ വന്നേ, നമുക്ക് പോവണ്ടേ? കണി സെറ്റാക്കണ്ടാ നാളേക്ക്. കണിയൊക്കെ സെറ്റാക്കാം. ആരാ മറ്റേ കൃഷ്ണന്റെ വേഷം കെട്ടണത്? വേഷം കെട്ടണ കൃഷ്ണൻ നമുക്ക് വാങ്ങിച്ചോയ്ക്കട അങ്ങനെ വിഗ്രഹം. വാങ്ങിക്കണ കൃഷ്ണ ഒരു ഗുമ്മിലടെ നമുക്ക് ഷിൻജാനെ കൃഷ്ണനൊക്കെയല്ലോ. ബസ് എന്നിട്ട് നമ്മള് പേടിച്ച് ഞെട്ടാനല്ല, ഒന്നും വേണ്ട. ആ കുഴപ്പമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ടേ കുറച്ച് നീല കളർ വാങ്ങിച്ചോണ്ടോ, നമുക്ക് തൈല് മുക്കിയിടാ ഷിൻജാനെ. എന്താ ഷിൻജാനെ വാക്കല്ലേ നീ? ചിഞ്ചാൻ ഡബിളാക്കിയോ പോലെടാ. ചേച്ചി എനിക്കൊക്കെയാ, നിങ്ങൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തോ? കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചോണ്ടിരിക്കുന്ന കാര്യം വിഷുവിന് ഇങ്ങനെ വേഷം കെട്ടണം എന്നുള്ളത്. എന്തായാലും നമുക്ക് ഈ തവണ പൊളിക്കാൻ ചേച്ചിയാ. എന്നാ പൂവലടിയേ വായോ.
ആ പോവാം. അതെ സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? വാങ്ങുമ്പോ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വാങ്ങാണ്ടിട്ടാ. ആ അതൊക്കെ വാങ്ങിക്കാം നമുക്ക്. പിന്നെ ഇത് അതല്ല, ഈ ഷിഞ്ചാനെ മാത്രം നീല കളറിലാക്കി കഴിഞ്ഞിട്ട് പിഞ്ചാനളകോ നീ? അതൊന്നും സാരില്ല, നീ മിണ്ടാണ്ട് നിന്നെ ഫ്രാങ്ക്ലിനെ. ഇവരാണെങ്കിൽ അതല്ലല്ലോ, ഇത് ആക്കണ്ടിച്ച് രണ്ടെണ്ണത്തിനാക്കാം, അല്ലെങ്കിൽ ഒരെണ്ണത്തിനാക്കണ്ട. നമുക്ക് മറ്റേ പ്രതിമ വാങ്ങിക്കാം, അതല്ല നല്ലത്. ഏയ് വേണ്ട വേണ്ട, നീ മിണ്ടാടുന്നേ, അതൊന്നും വേണ്ട, അവരോട് പറയാൻ നിക്കണ്ട. ആ പറ്റില്ലടേ, എനിക്കും കൂടി ആവണം. ഷിഞ്ചാൻ അവിടെ എന്തായാലും എനിക്ക് ആവണം. വേണ്ട ചേച്ചി, എന്നെ മാത്രമാക്കിയാൽ മതി. എന്നെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ, അപ്പൊ എന്നെ മാത്രമാക്കിയാൽ മതി. എന്നാ ഒരു കാര്യം ചെയ്തോ, നീ ആയിക്കോ. നിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എല്ലായിടത്തും പബ്ലിഷ് ചെയ്യൂട്ടോ. നീല കളറിലായിട്ട് നീല കുറുക്കണ്ട പോലത്തെ ഷിഞ്ചാനെ. ഓക്കെ കണ്ട ചേച്ചി എന്നെ കുറ്റം പറയണത്? ഞാൻ നല്ല കാര്യമല്ലേ ചെയ്യാൻ പോണത്, പിന്നെ എന്തിനാ ഇങ്ങനെ കുറ്റമൊക്കെ പറയണത്? അല്ലെങ്കിൽ വേണ്ട ചേച്ചി, അവനെ ആക്കിയാൽ മതി. ഇവനെ കറക്റ്റ് മാച്ചാണ്, നല്ല കറക്റ്റ് നീല കുറുക്കണ്ട പോലെ ഉണ്ടാവും. ഓ സാറില്ല, ഞാനങ്ങ് സഹിച്ചു കേട്ടാ, എന്നാക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ തീരുമാനമായില്ലേ? പിഞ്ചാൻ എന്തെങ്കിലും ഒപ്പിക്കാനുള്ള പ്ലാനാവും. ഞാൻ അപ്പളെ പറഞ്ഞതാ ഫ്രാങ്ക്ലിന്റെ അടുത്ത്, നിന്നോട് പറയണ്ടെന്ന് പറഞ്ഞതല്ലേ ഫ്രാങ്ക്ലിനെ. നീ അത് എഴുന്നള്ളിച്ചോണ്ടല്ലോ ഇപ്പൊ രണ്ടെണ്ണത്തിന് തലൂട്ടായി, അല്ലെങ്കിൽ പിഞ്ചാനത് മറന്നിരിക്കുന്നു. അപ്പൊ അത് കിട്ടിയോണ്ട് ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാനുള്ള പ്ലാനിലാവും പിന്നെ മിണ്ടാണ്ടിരിക്കുന്നത് കേട്ടാ. എന്തായാലും വേണ്ടില്ലേ, ചിഞ്ചാനായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ തൽക്കാലം. ഫ്രാങ്ക്ലിനെ നീ ഇപ്പൊ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ കേട്ടാ. ആടേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടേ ഞാൻ. അതെ, ആ ബോംബൊക്കെ എടുത്ത് മാറ്റി വെച്ചോട്ടോ. ചെക്കന്മാര് ചിലപ്പോ തല്ലുടി ബോംബൊക്കെ എടുത്ത് എറിയും. വിശ്വസിക്കാൻ പറ്റില്ല, മണ്ടന്മാരെ രണ്ടെണ്ണോ. ആടാ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോണ്ട് നീ പോയിട്ട് പോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തന്നെ. ഏയ് മതിയുടെ ഫ്രാങ്ക്ലിനെ, ഇനി വേണ്ടട്ടാ. എന്നാ നിങ്ങളും കൂടി വായോ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോവാ? നിങ്ങളും കൂടി വാ, കുറെ സാധനങ്ങളൊക്കെ പിടിക്കാനൊക്കെ ഉണ്ടാവിടെ, വാങ്ങിക്കാൻ കുറെ സാധനങ്ങൾ വാങ്ങിക്കാളല്ലേ. നിങ്ങൾ വായോ. ആണ് ശരി, പോവാൻ പോയിട്ടേ. എന്നാ പിന്നെ നമുക്കൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്താലോ? വിഷുക്കോടി വേണ്ടേ? എല്ലാവർക്കും വിഷുക്കോടി വേണ്ടേ? ആ എന്നാ ഡ്രസ്സാ, എന്നിട്ട് തേങ്ങയൊക്കെ വാങ്ങിക്കാം. നിങ്ങൾ വായോ ആദ്യം. അതെ അതല്ലടാ, ബോംബിഞ്ഞ് വാങ്ങിക്കണോ? ഫ്രാങ്ക്ലിനെ എനിക്കടാ, നമ്മളെ അവിടെ റെഡി ആയിട്ട് നിൽക്കണ്ട നീലത്തിൽ മുങ്ങിട്ട് കണി കാണാനായിട്ട്. റെഡ് ഞാൻ എണീക്കുമ്പോഴേക്കും നിങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്താ? പിന്നെ അല്ല, നീ ഇങ്ങോട്ട് വന്നേ, നീ വന്ന് കാണു വേണ്ടോ? എവിടെയാണ്? അങ്ങോട്ട് നടന്നോണ്ട് അങ്ങോട്ട് ഇതാ അവിടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ഏയ് പെടച്ചല്ലോ, ഷിഞ്ചാ താടിയൊക്കെ വെച്ച് സെറ്റ് ആയിനല്ലോ. സംഭവം കൊള്ളാല്ലേ, സൂപ്പറായി. പിന്നല്ലത് എവിടെയോ കണ്ടു മറന്ന പോലെ ഉണ്ട് ശരിക്കും. എന്താ പരിപാടി ഇന്നെന്താ? വല്ല പ്രത്യേക പരിപാടികൾ അങ്ങനെ ഉണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. ഷിഞ്ചാനുള്ള പ്ലാൻ ഉണ്ടോ? ആ ചേച്ചി, ഇപ്രാവശ്യം നമുക്ക് വെറൈറ്റി പിടിച്ചാലോ? നമുക്ക് കടലിൽ വിഷു ആഘോഷിക്കാം. ആ ബെസ്റ്റ്, ഞാൻ പ്രതീക്ഷിച്ചല്ലോ. എന്തുണ്ടെങ്കിലും കടല് വിഷു ആയാലും പരീക്ഷയിൽ തോറ്റാലും ഓണായാലും എന്തായാലും പിള്ളേർക്ക് കടല് മാത്രം മതി. എന്തായാലും ആവട്ടെ, പിള്ളേരുടെ ആഗ്രഹമല്ലേ. പോവല്ലേ? ആ പോവാൻ ഞാനൊക്കെ, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെ പോയിട്ട് കടല് സീനാക്കുവോ? കടല് സീനൊന്നുമില്ല. എന്തൊക്കെയോ വേലിയേറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നിട്ടാ. അതല്ലടാ, ഇന്നിപ്പോ എന്ത് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടേ കുറെ ആൾക്കാരുണ്ടാവും, നല്ല തിരക്കുണ്ടാവും. അവിടെ പോയിട്ട് അലമ്പാക്കാൻ നിൽക്കരുത്, മൂന്നാളും കൂടിയിട്ട്. എന്തുട്ടലമ്പ്, നീ വന്നങ്ങട്. അല്ല പക്ഷെ ഞാൻ വേഗം വേടാ, വണ്ടിയിലെ ഫ്രണ്ടിലാണ് കയറുന്നു, അല്ലെങ്കിൽ പെണ്ണെ വർത്തനം കിട്ടി പ്രാന്ത നോക്കി. ഇന്നെ കുറ്റം പറഞ്ഞിട്ട് മൂന്നെണ്ണം അവിടെ പോയിട്ട് അലമ്പാക്കാണ്ടിരുന്നാ മതി. അലമ്പൊന്നാക്കൂലേ? എന്തിട്ട് അലമ്പൊക്കെ ഉണ്ടാക്കൂലേ? നീ തന്നെ ഞാൻ ബോംബൊക്കെ എടുത്തില്ലേ? ബോംബൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ പോയിട്ട് പൊട്ടിക്കാനാണോ? അല്ലടാ, തോക്കിട്ടോണ്ട് നടക്കാനാ ബോംബ്. നീ എന്താ പറയണ ഞാനേ? എന്തായാലും പടക്കം വാങ്ങിച്ച പൈസ ഞാനില്ലേ. നമുക്ക് ഈ ബോംബ് എന്തായാലും വെറുതെ ഇരിക്കലടാ, ഇതെടുത്ത് പൊട്ടിക്കാൻ. നമുക്ക് ഇനി അവിടെ പോയിട്ട് കടലായതുകൊണ്ട് പേടിക്കാനല്ലോ, ആൾക്കാരൊന്നും അധികം ഉണ്ടാവില്ലല്ലോ. എനിക്കപ്പോഴേ തോന്നി നിങ്ങളെ വിട്ടായപ്പോ എല്ലാ ഐഡിയ ഒന്ന് ഈ ഫ്രാങ്ക്ലിനെ കൊണ്ട് തോറ്റി. ഇതന്നെ ഞാൻ പറഞ്ഞ അലമ്പാക്കല്ലേന്ന്. അലമ്പൊന്നും ആക്കൂല, നീ പേടിക്കാണ്ടിരുന്നവിടെ. അണ്ണ ഈ ചേച്ചിക്ക് ഭയങ്കര പേടിയാണേ. ഞങ്ങളൊന്നും കണ്ടില്ലേ ചേച്ചിയെ കൂളായിട്ട് ഇരിക്കുന്നത്? ഈ ചേച്ചിനെ കൊണ്ട് വല്ലാത്ത കഷ്ടമായി പോയി. ചേച്ചി ഒന്നും മിണ്ടാണ്ടിരുന്നേ. ബോംബല്ലേ, സീനില്ലേ, നമ്മൾ ഇടക്കിടക്ക് പൊട്ടിക്കുന്നതല്ലേ. അത്രയുള്ള കാര്യം, പടക്കം എറിയണ പോലെ നൈസായിട്ട് ബോംബ് എടുത്ത് എറിയുക, അപ്പൊ അതങ്ങോട്ട് പൊട്ടും. ചെറിയൊരു സൗണ്ട് ഉണ്ടാവുന്ന മാത്രമല്ലോ. അതൊന്നും സീനില്ല ചേച്ചിയെ. ചേച്ചി പേടിക്കാണ്ടിരിക്കേ. കടലല്ലേ, വേറെ നല്ലല്ലോ, വെള്ളല്ലേ, വെള്ളത്തിലേക്ക് എറിഞ്ഞാൽ മതി. അവിടെ ആരും ഉണ്ടാവില്ലല്ലോ, ഒരു കുഴപ്പമില്ല. നമുക്ക് അടിച്ച് പൊളിക്കാനേ. ഇത്തവണത്തെ വിഷു ഒരു വെറൈറ്റി വിഷു അങ്ങോട്ട് ആവട്ടേനെ. ചിലപ്പോൾ നമ്മൾ വൈറലായി പോയാലോ ചേച്ചി. ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എന്തെങ്കിലും ഇട്ടാ പോരെ, നമ്മളങ്ങോട്ട് വൈറലായി പോകുന്നേ. യോമ്പോ നല്ല വ്യൂ അല്ലേ ചേച്ചി, നോക്കിക്കേ. നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓമ്പോ അയ്യോ, പറഞ്ഞ പോലെ തിരമാലൊക്കെ വലിയ വേവ്സ് ഒക്കെ ഭയങ്കര വലിയ ഇതാണല്ലോ. അണ്ണാ സീനാവോ? പറഞ്ഞ പോലെ ഫ്രാങ്ക്ലിനെ എന്തത് വിഷുവായിട്ട് സുനാമി വരാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കി എന്തത് വേവ്സ് ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ലല്ലോ ഇവിടെ. ആടെ വിശ്വാഘോഷിക്കാൻ സുനാമി വരുന്ന പേപ്പറിൽ ഉണ്ടായിരുന്നു. ഒന്ന് പോടാ അവിടെ നിന്ന്. നീ എന്തുട്ടി പറയണത്? നമുക്ക് തിരിച്ചു പോയാലോ? തിരിച്ചൊന്നും പോണ്ട, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നീ പേടിക്കാണ്ടിരിക്കേ. ഞാനേ അത് ബോംബൊക്കെ എടുത്തടാ, നമുക്ക് വിളിച്ച് പൊട്ടിക്ക. അണ്ണാ സംഭവങ്ങളൊക്കെ സെറ്റാണ്. അണ്ണാ ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്ത് തുടങ്ങും കേട്ടാ. ഒന്നേ ഇത് പോരെ അണ്ണാ, ഒരു കാര്യം ചെയ്യ്, ഇതെടുത്തോ. നോക്കിക്കേ, എവിടേക്ക് ഇരിക്കേ. പൊള്ളി, ഇത് സൂപ്പർ ഉണ്ട് കേട്ടാ. അമ്പോ ഇത് സൂപ്പർ ചെയ്യണ. എല്ലാവരും നോക്കി നിക്കണൊക്കെ, അവിടെയുള്ള ആൾക്കാർക്ക് നോക്കി നിക്കണേട്ടാ. അമ്പോ കിളി പറ, സൂപ്പർ. എന്തായാലും എന്റെ ഐഡിയ കൊള്ളട്ടെ. ബോംബെങ്കിൽ ബോംബ് സംഭവം കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ ബോംബൊക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നു അല്ലേ. എന്തായാലും കിട്ടുന്നുണ്ട്. മതി ഇനി മതിട്ടാ. മതി അധികം വേണ്ട. അധികം കഴിഞ്ഞാൽ ലീക്ക് ഔട്ട്. അതിനുള്ള സാധനങ്ങളൊക്കെ ലീക്ക് ആയതാണ്. ഇനി മതി, കഴിഞ്ഞു.
അണ്ണാ പറയണ കേൾക്കണ മതി പോവാ വീട്ടിൽ പോട്ടാ. ഞാൻ വേണമെങ്കിൽ പറയണത് കേട്ടോ. ചേച്ചി അണ്ണനോട് പറഞ്ഞ നോക്കി അണ്ണൻ കാണിക്കുന്നത്. അണ്ണ മതി കൈ പൊട്ടി തീർക്കട്ടാ. വേറൊരു ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ അണ്ണ പറയണ കേക്ക്. ഇതെന്തൊരു ചെവിടെ കതറ പോലെ നിക്കണ നോക്കിയാ ചേച്ചി. ആ ബോംബ് മൊത്തപ്പോ തീർക്കട്ടെ. അണ്ണ നമുക്ക് വേറെ വല്ല ആവശ്യത്തിന് എടുക്കത്. ആ ലാസ്റ്റ് അപ്പോഴും പറഞ്ഞില്ലേ പൊട്ടിക്കണ്ടെന്ന് ഗൈസ്. അപ്പൊ എന്തായാലും നമ്മളെ വിഷു ഇങ്ങനെ ആയി പോയിട്ടാ ഗൈസ്. അപ്പൊ നിങ്ങൾ ആഘോഷിക്കാൻ മറക്കരുത്. ഹാപ്പി വിഷു.